കൂടുതൽ അടവ് അഭ്യാസമൊന്നും കാണിക്കാതിരിക്കുന്നതായിരിക്കുന്നുണ്ട്. മഹാബോർ കലാപരിപാടി ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് നമ്മുടെ രാജ്യം കാണാൻ വന്ന ദമ്പതിമാര് നമ്മുടെ തേക്കടിയിൽ കുമളിയിൽ ഒരു കടക്കാരൻ ഇറക്കി വിട്ടെന്നുള്ള രീതിയിലൊരു വാർത്തയും കണ്ടു. മാതൃഭൂമി ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തേക്കടി ഇസ്രയേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ സഞ്ചാരികളെ അപമാനിച്ച് കടയുടമകൾ. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളാണ് ഇസ്രയേലുകാരെ കടയിൽ നിന്നും ഇറക്കി വിട്ടത്. സാധനങ്ങൾ വാങ്ങാനെത്തിയവർ ഇസ്രയേൽ സ്വദേശികളാണെന്ന് അറിഞ്ഞതോടെ അപമാനിച്ചിറക്കി വിടുകയായിരുന്നു. സമീപത്തും ബാക്കിയുള്ള കടക്കാർ ഇടപെട്ടു. കടക്കാരെ കൊണ്ട് മാപ്പ് പറയിച്ചു. ആദ്യം തന്നെ പറയാം, മലയാളികളായിട്ടുള്ള കുറെ മനുഷ്യന്മാർ അവിടെ ഇടപെട്ടു. ഈ കടക്കാരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ഈ ഒരു വാർത്ത വല്ല ഇന്റർനാഷണൽ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതി വെച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ അപമാനിക്കേണ്ട കാര്യം എന്താ? വല്ലയിടത്തും ഈ യുദ്ധം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കടയിൽ കയറി വരുന്ന കസ്റ്റമറിനെയാണോ അപമാനിച്ച് ഇറക്കി വിടുന്നത്? അടവ് അഭ്യാസമല്ലേ ഈ കാണിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ നാണം കെടുത്ത ഈമാര് ടീമൊക്കെ പോലെ നമ്മുടെ രാജ്യത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, ഈ രാജ്യം വെട്ടിമുറിച്ചുകൊണ്ട് പോയ ടീമാണ്. ഈ രാജ്യത്തിനെതിരെ നിരന്തരം തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ടീമാണ് പാകിസ്ഥാൻ. രാജ്യത്തിനെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എന്നാൽ പോലും അവിടുന്ന് ഒരു ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കസാര ഇട്ട് ഒരു ചായ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അതിഥി ദേവോഭവ എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോഴാണ് എവിടെയോ കിടക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ ഹമാസ് യുദ്ധത്തിന്റെ പേരിൽ നമ്മുടെ കടയിലേക്ക് കയറി വന്ന ഒരു ഇസ്രായേൽ ദമ്പതിമാരെ ഇറക്കി വിടുന്നൊരു കലാപരിപാടി. ഇസ്രായേൽ ദമ്പതിമാരെ ഇറക്കി വിട്ടവര് കാശ്മീരിൽ നിന്നും കേരളത്തിൽ വന്ന് കട നടത്തുന്ന ആൾക്കാർ. നമ്മുടെ മലയാളികൾ നിങ്ങളെപ്പോലെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട്. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ തീവ്രവാദ പ്രവർത്തനവും ബോംബ് ഭീഷണിയും ഒക്കെ നടക്കുന്ന നാടാണ്. നമ്മുടെ രാജ്യത്തിന് സൈന്യത്തിനെതിരെ കല്ലെറിയുന്ന പലരും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന മുദ്ര കുത്തി ഈ മലയാളികളെല്ലാം ഒന്ന് ബഹിഷ്കരിക്കാൻ നിന്നായിരുന്നെങ്കിൽ ഇവിടെ കടയിൽ നടത്താൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും പറ്റത്തില്ല, റോഡിലിരുന്ന് കരയേണ്ടി വന്നേനെ. അപ്പോൾ നമ്മൾ മലയാളികൾ നിങ്ങളെ സഹകരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഏതോ രാജ്യത്തു നമ്മുടെ രാജ്യത്തു വന്ന് നമുക്കൊരു റവന്യൂ കിട്ടുന്ന ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളെ നിങ്ങൾ അപമാനിച്ചു വിടുന്നു. എല്ലായിടത്തും നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ കലിപ്പുറത്തുന്നത് നമ്മുടെ നാട്ടിലാണ്. ഒരു ഗസ്റ്റായിട്ട് ഒരാൾ വരാൻ നേരത്ത് അയാളെ അപമാനിച്ചു വിടുന്നതാണ് നമ്മുടെ നാട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ ദമ്പതികൾ ഈ നമ്മുടെ ഇന്ത്യയെ പറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ പെരുമാറരുത് എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഇസ്രായേലിനുള്ള കലിപ്പിന്റെ പേരിൽ ഇസ്രായേലിൽ 2 ദമ്പതിമാർ വരാൻ നേരത്ത് അവരെ ഇറക്കി വിടുക. ബോധം വേണ്ടേ? ബോധം. അതുപോലെ 1-2 ടീം മതി നമ്മുടെ രാജ്യത്തെ നാണം കെടുത്താൻ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ. നമ്മുടെ രാജ്യം സേഫ് അല്ലെന്ന് കാണിക്കാൻ വേണ്ടി, നമ്മുടെ രാജ്യം സേഫ് അല്ലെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഇതുപോലെ 2 ക്രിമികൾ മതി എന്നുള്ളതാണ് സത്യം. നമ്മൾ എത്ര കോടി രൂപ ലോകത്ത് മുഴുവൻ കൊണ്ട് ഗോഡ്സ് ഓൺ കൺട്രിക്ക് വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്ത ഇതുപോലൊരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആര് വരുമെന്ന്? ഇവിടെ ഉള്ള ആൾക്കാർ ടൂറിസത്തിന് വേണ്ടി പല ഇൻവെസ്റ്റ്മെന്റും നടത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ ഇത് എന്തിനു കൊള്ളാം ഇവിടെ? അപ്പം ആൾക്കാർ വരാൻ നേരത്ത് മാന്യമായിട്ട് പെരുമാറും. കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ അതിഥിയാണ്. അയാളെ ശത്രുക്കളെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നമ്മുടെ ശത്രുവാണ്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും തകർക്കുന്ന ആൾക്കാർ. ഈ കൂടുതൽ അടവ് അഭ്യാസവും കാണിക്കാതെ മാന്യമായി കച്ചവടം ചെയ്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കമന്റ് കൂടെ രേഖപ്പെടുത്തുക. എന്നാലും നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ.